ശ്യാമ സദാനന്ദനും കെ സജീഷും നോബൽ മാരിക്കാരനും ആദിൽ പാലോടും ആർ റോഷിപാലും ഫൈസൽ ഹംസയുമാണ് ചേരുന്നത്. നമുക്ക് ആദ്യം ശ്യാമയിലേക്ക് പോകാം. ഇന്നിപ്പോൾ നമ്മൾ കാഞ്ചീപുരത്ത് വിജയുടെ വാക്കുകൾ സാഗൂതം കേൾക്കുകയാണ്. കരൂർ ദുരന്ത ശേഷം ചെറിയ യോഗങ്ങളുമായി കളം പിടിക്കാനാണ് ടി.വി.കെയുടെയും വിജയുടെയും തീരുമാനം. കാഞ്ചീപുരത്ത് ചേർന്ന ആദ്യ യോഗത്തിൽ DMK-ക്കും MK സ്റ്റാലിനുമെതിരെ ആഞ്ഞടിച്ചായിരുന്നു വിജയുടെ പ്രസംഗം. DMK-യുടെ ലക്ഷ്യം കൊള്ള മാത്രമാണെന്നാണ് വിജയ് പറഞ്ഞത്. ഒരു വീട്ടിൽ ഒരാൾക്ക് ജോലി ഉൾപ്പെടെ വമ്പൻ പ്രഖ്യാപനങ്ങൾ കൂടി വിജയ് നടത്തി. അനുമതി ലഭിച്ചാലുടൻ സംസ്ഥാന പര്യടനം ഉടൻ പുനരാരംഭിക്കുമെന്ന് കൂടി വിജയ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. அனுமதிக்கப்பட்ட அந்த லெவலை தாண்டி 22,70,70,000 யூனிட் மணலை கொள்ளையடிச்சிருக்கிறாங்க. கொள்ளை எவ்வளவு தெரியுமா? ரொம்பலாம் இல்ல, கம்மி தான். 4,730 கோடி. எல்லாருக்கும் நிரந்தரமான வீடு இருக்கணும். ஒவ்வொரு வீட்டுக்கும் ஒரு மோட்டார் சைக்கிள் வாகனம் உறுதியா இருக்கணும். அதுக்கான வசதி வாய்ப்பை உருவாக்குற அளவுக்கு பொருளாதார வளர்ச்சிக்கு வழியை உண்டாக்கணும். ஒவ்வொரு வீட்டில் இருக்கிற ஒவ்வொருத்தரும் மினிமம் டிகிரி படிச்சிருக்கணும். ஒவ்வொரு வீட்லயும் குறைந்தபட்சம் ஒருத்தருக்கு நிரந்தர வருமானம் கிடைக்கணும். அதுக்கான வேலை வாய்ப்பை உருவாக்கணும். அதுக்கு தகுந்த மாதிரி கல்வியில பாடத்திட்டத்துல சீர்திருத்தம் செய்யணும். கவர்மெண்ட் ஹாஸ்பிட்டல்ஸுக்கு மக்கள் எல்லாரும் பயம் இல்லாம நம்பி போற மாதிரி மாத்தணும். பருவமழை காலத்துல ஏற்படுற வெள்ளத்தால ஊரும் சரி மக்களும் சரி விவசாயமும் சரி பாதிக்கப்படாம இருக்கணும். ശ്യാമ സദാനന്ദനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ശ്യാമ, കാഞ്ചീപുരത്ത് കണ്ടത് വിജയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് നമുക്ക് പറയേണ്ടി വരുമല്ലേ? വലിയ യോഗങ്ങൾ അല്ലെങ്കിൽ അത്തരം പരിപാടികളിൽ നിന്ന് മാറി 2000-ഓളം വരുന്ന ആളുകളുമായി നേരിട്ട് സംവദിച്ച് അവരുടെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ട് വിജയ് വീണ്ടും കളം പിടിക്കുകയാണ്. കരൂർ ദുരന്തത്തിന് പിന്നാലെ വിജയ് തീർന്നു, വിജയുടെ രാഷ്ട്രീയ ഭാവി തുലാസിൽ എന്നൊക്കെ പറഞ്ഞവർക്കുള്ള ഒരു മറുപടി കൂടിയായിരുന്നു ഇന്നത്തെ പരിപാടി, അല്ലേ? തീർച്ചയായും വിനിത, അതായത് കരൂർ ദുരന്തത്തിന് ശേഷം ഉള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ടി.വി.കെയും വിജയും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു പ്രസംഗം തന്നെയാണ് വിജയ് ഇന്ന് അവിടെ നടത്തിയത്. ശരിക്കും പാർട്ടി പ്രവർത്തകർക്കും അവിടെ വന്ന എല്ലാവർക്കും ഒരു വലിയ ആവേശം നൽകുന്ന ഒരു പ്രസംഗം തന്നെയായിരുന്നു. ഈ സംസ്ഥാന പര്യടനത്തിന് അനുമതി ലഭിക്കാത്തൊരു സാഹചര്യത്തിൽ ഇത്തരം ചെറു യോഗങ്ങളിലോടുകൂടി തമിഴകം പിടിക്കാൻ തന്നെയാണ് ടി.വി.കെയും വിജയും ലക്ഷ്യമിടുന്നത്. ഈ പ്രസംഗത്തിലുടനീളം അദ്ദേഹത്തിന്റെ ഒരു പതിവ് ശൈലിയിൽ തന്നെയാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത്. അണ്ണാദുരയെയും MGR-നെയും ഒക്കെ അനുസ്മരിച്ചുകൊണ്ട്, പിന്നീട് ഏത് പ്രദേശത്താണോ ഉള്ളതെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട്, കാഞ്ചീപുരത്തെ പ്രശ്നങ്ങൾ ഓരോന്നും, അവിടുത്തെ ബസ് സ്റ്റാൻഡിന്റെ അടക്കം പ്രശ്നങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു പതിവ് ശൈലിയിൽ തന്നെയാണ് പ്രസംഗം തുടങ്ങിയത്. പിന്നീട് സ്റ്റാലിനെയും DMK-യും കടന്നാക്രമിക്കുകയാണ് വിജയ് ചെയ്തത്. കാഞ്ചീപുരത്തെ നദിയിൽ നിന്നും 4,000 കോടിയുടെ അഴിമതി DMK സർക്കാർ നടത്തി മണൽ കൊള്ളയിലൂടെ എന്നാണ് വിജയ് ആദ്യം പറഞ്ഞത്. അതിനുശേഷം നിലവിലെ പ്രശ്നങ്ങൾ, അണ്ണാമലൈ സർവകലാശാലയിലെ സ്ത്രീ പീഡനം അടക്കമുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് DMK സർക്കാരിനെ വളരെയധികം വിമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് നടത്തിയത്. സ്റ്റാലിൻ വെറുതെ നല്ലവനായി അഭിനയിക്കേണ്ട എന്നുള്ള പരിഹാസവും വിജയ് നടത്തുന്നുണ്ട്. ആ തരത്തിൽ വലിയ തോതിൽ DMK-യെ കടന്നാക്രമിച്ചുള്ള പ്രസംഗം തന്നെയാണ് വിജയ് നടത്തിയത്. പക്ഷേ ഈ പ്രസംഗത്തിൽ ADMK-ക്കോ BJP-ക്കോ എതിരെയുള്ള പരാമർശങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ കരൂർ ദുരന്തത്തെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചില്ല. അതേക്കുറിച്ച് ഞാൻ ഇന്ന് സംസാരിക്കുമെന്നാണ് എല്ലാവരും കരുതുന്നത്. പക്ഷേ അത് മറ്റൊരു അവസരത്തിലാവാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ തരത്തിൽ വലിയൊരു പ്രസംഗം നടത്തുന്നു. ഇതിനോടൊപ്പം തന്നെ വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ട്. അതായത് എല്ലാവർക്കും വീട്, അതുപോലെ തന്നെ എല്ലാ വീട്ടിലും ഒരു മോട്ടോർ വാഹനം വേണം, എല്ലാ വീട്ടിലും ഡിഗ്രി വരെയെങ്കിലും പഠിച്ച ആരെങ്കിലും ഉണ്ടായിരിക്കണം, സ്ഥിര വരുമാനമുള്ള ആരെങ്കിലും ഉണ്ടായിരിക്കണം. ഇതെല്ലാം ടി.വി.കെ ഉറപ്പുവരുത്തും. പറയാൻ പറ്റാത്ത ഒരു വാഗ്ദാനങ്ങളും താൻ നിർത്തുന്നില്ല. അതായത് നീറ്റ് നിർത്തലാക്കും തുടങ്ങിയ വലിയ വാഗ്ദാനങ്ങൾ DMK നേരത്തെ മുന്നോട്ട് വച്ചിരുന്നതാണ്. അത്തരത്തിൽ നടപ്പാക്കാൻ സാധിക്കാത്ത ഒരു വാഗ്ദാനവും താൻ പറയുന്നില്ല. നടപ്പാക്കാൻ സാധിക്കുന്ന വാഗ്ദാനങ്ങൾ മാത്രമേ താൻ മുന്നോട്ട് വയ്ക്കുന്നുള്ളൂ എന്നും വിജയ് പറയുന്നുണ്ട്. അത്തരത്തിൽ തമിഴകത്ത് എന്താണോ വേണ്ടത് എന്ന തരത്തിൽ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് വിജയ് നടത്തുന്നത്. അതിൽ തന്നെ DMK-യും സ്റ്റാലിനെയും പേരെടുത്തു പറഞ്ഞും വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗമാണ് ടി.വി.കെ നടത്തുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് തങ്ങളിതാ റെഡിയാണ് എന്നുള്ളൊരു പ്രഖ്യാപനം കൂടിയാണ് വിജയ് ടി.വി.കെ ഇന്ന് കാഞ്ചീപുരത്ത് നടത്തിയിരിക്കുന്നത്. വിനിത.